ആമേൻ. ഈ ആഴ്ച നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതും ഈ കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടം എല്ലാ ദിവസവും നമ്മൾ വചന വിസ്മയത്തിലൂടെ കടന്നുപോയതും യേശു മരിച്ച് ഉദ്ധാനം ചെയ്ത പിതാവിന്റെ വലതുഭാഗത്ത് ഉപവശനായി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള വലിയ സത്യമാണ്. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച നമ്മെ രക്ഷിച്ച് അവിടുന്ന് നമ്മെ സ്വന്തമാക്കി എന്നുള്ള വലിയ തിരിച്ചറിവ് യേശുക്രിസ്തുവിനുള്ള ഒരു ബന്ധത്തിൽ ആഴപ്പെടാൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ യേശു തൻ്റെ ജനനത്തിലൂടെയും പീഡാസഹന മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മഹുദ്ധീകരണത്തിലൂടെയും അവിടുന്ന് സർവ മനുഷ്യകുലത്തിനുമായി നമുക്ക് ഓരോരുത്തർക്കുമായി നേടിത്തന്ന ഈ രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 നമ്മൾ വായിക്കുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യയിടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ നമുക്ക് ഓരോരുത്തർക്കും എപ്രകാരമാണ് വളരെ വ്യക്തിപരമായി സ്വന്തമാക്കുവാനായിട്ട് കഴിയുക. ഈ ഒരാഴ്ച കാലഘട്ടം അത് ധ്യാനിക്കുന്നതിനും അത് സ്വന്തമാക്കുന്നതിനും കുറെ കൂടി ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനുമായിട്ടുള്ള ഒരു പരിശ്രമമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിളൊക്കെ ഒന്ന് എടുത്തു വെച്ചോളുക. നമ്മൾ കടന്നു പോകുമ്പോൾ പറയുന്ന ദൈവവചനങ്ങൾ നിങ്ങൾ എടുത്തു ഒന്ന് വായിച്ചു നോക്കുന്നത്, ഈ സമയം തന്നെ വായിച്ചു കടന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഈ രക്ഷ സ്വന്തമാക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ഈ യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഒന്നാമതായി ഈശോ മിശിഹായിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് പാവങ്ങളെക്കുറിച്ചുള്ള അനുതാപം ഉണ്ടാകുന്നതും അത് ഏറ്റുപറയുന്നതും. 3 കാര്യമാണ്. ഒന്ന്, ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, പാവങ്ങളെക്കുറിച്ച് അനുദപിക്കുക, ആ അനുതാപത്തിന്റെ പരിണിത ഫലമാണ് ഏറ്റുപറച്ചിൽ എന്നുള്ളതാണ്. അപ്പം ഒന്ന്, ഈശോ മിശിഹായിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? വിശ്വാസം എന്നാൽ എന്താണ്? നമ്മൾ സാധാരണ ടി വിയിലും ചാനലൊക്കെ കാണുന്ന വിശ്വാസമല്ലേ എല്ലാം എന്നൊക്കെ പറയുമ്പോൾ ഈശോ മിശിഹായിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ വായിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യ മാതാപിതാക്കൾ ആരെയാണ് വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ അവര് ദൈവത്തെ അവിശ്വസിച്ചു, പകരം സാത്താനെ വിശ്വസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കും. പാവാവസ്ഥ എന്ന രണ്ടാമത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിക്കുകയും സാത്താന്റെ വാക്ക് വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാക്ക് അവിശ്വസിച്ച പ്രകാരം ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുകയും സാത്താന്റെ വാക്ക് അനുസരിച്ചത് വഴി അവൻ പറഞ്ഞ കാര്യം പരിപൂർണമായി വിശ്വസിച്ചത് വഴി അവൻ പറഞ്ഞ കാര്യം പരിപൂർണമായി അനുസരിക്കുകയും ചെയ്തു. ദൈവം പറഞ്ഞ കാര്യം വിശ്വാസമില്ലാത്തത് കൊണ്ട് ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ചില്ല എങ്കിൽ സാത്താൻ പറഞ്ഞ കാര്യം വിശ്വാസമുള്ളത് കൊണ്ട് സാത്താൻ പറഞ്ഞ കാര്യം അനുസരിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമതായി നമ്മൾ കാണുക, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? ദൈവം പറഞ്ഞ കാര്യം അബ്രഹാം തൻ്റെ കാതുകളിൽ കേട്ടു. എന്താ ദൈവം പറഞ്ഞത്? അബ്രഹാം, നിന്റെ ഈ സ്ഥലവും ദേശവും നിന്റെ സമ്പത്തുകളും നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ കൂടെ വാ, നിനക്ക് ഇതിലും നല്ല ഐശ്വര്യപൂർണമായ സ്ഥലം നിനക്ക് ഞാൻ നൽകാം. ആ വാക്ക്, ആ ദൈവം പറഞ്ഞ കാര്യം അബ്രഹാം കേൾക്കുകയാണ്. എന്നിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട്, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. വീണ്ടും പഴയ നിയമം മുഴുവൻ എടുത്തു നോക്കുക. മോശയാവട്ടെ, യാക്കോബ് ആകട്ടെ, ഇസഹാക്കാകട്ടെ, പൂർവ്വപിതാക്കന്മാരെല്ലാവരുടെയും ചിത്രങ്ങൾ എടുത്തു നോക്കുക. പ്രവാചകന്മാരുടെ ആവട്ടെ, ജെറമ്യാ പ്രവാചകനാവട്ടെ, യെശയ്യാ പ്രവാചകനാകട്ടെ, ന്യായാധിപന്മാരാവട്ടെ, രാജാക്കന്മാരാവട്ടെ, സൗളാവട്ടെ, അല്ലെങ്കിൽ ദാവീദ് രാജാവാകട്ടെ, എല്ലാം എടുത്തു നോക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക?
ദൈവം പറഞ്ഞ കാര്യം കേട്ടു. ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മുന്നോട്ട് വഴിയില്ലാതെ നിൽക്കുമ്പോൾ, ദൈവം പറഞ്ഞ കാര്യം മോശ കേട്ടിട്ട് ആ വടി ചെങ്കടലിന് നേരെ നീട്ടുകയാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറയുന്ന കാര്യം കേൾക്കുകയും ആ കേൾവിയോടുള്ള എൻ്റെ പ്രത്യുത്തരവുമാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുമ്പിൽ ദൈവദൂതൻ വന്ന ദൈവത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ആ വാക്ക് കന്യകാമറിയം കേൾക്കുകയാണ്. എന്നിട്ട് ആ കേൾവിക്ക് കൃത്യമായ ഉത്തരം നൽകുകയാണ്. അവിടുന്ന് യെസ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. യൗസേപ്പ് പിതാവിനോട് ദൈവം പറയുന്ന വാക്ക് കേട്ടിട്ട് അതിന് യെസ് എന്ന് ഉത്തരം നൽകുകയാണ്. ഈശോ വിളിച്ചപ്പോൾ അപ്പസ്തോലന്മാരെല്ലാം ഈശോ പറഞ്ഞ വാക്ക് കേട്ടിട്ട് അതിനോട് യെസ് എന്ന് പറയുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പസ്തോലന്മാര് ഈ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് കേട്ടിട്ട് ജനം അപ്പസ്തോലന്മാർ പറഞ്ഞ കാര്യം അതേപടി അനുസരിക്കുകയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 142, 143 നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. നിങ്ങളുടെ കരങ്ങളിൽ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. 142 മുതലുള്ള നമ്പറുകളിൽ കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യത്തോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്നുള്ളത്. അപ്പം കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യം നമ്മൾ കേട്ടിട്ട് ആ സത്യത്തോടുള്ള എൻ്റെ ഭാവാത്മകവും വളരെ സ്വതന്ത്രവുമായ ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം എന്നുള്ളത്. ഈശോ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് ബലിയാണ്. അവൻ തൻ്റെ ശരീരത്തിലൂടെ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മെ വീണ്ടെടുത്തു എന്നുള്ള ആ കേൾവിയോടുള്ള എൻ്റെ വ്യക്തിപരമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ. അത് ഈ CCC 166 നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുൻകൈ എടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്രമായ പ്രത്യുത്തരമാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ട് അതിനോടുള്ള എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം എന്നുള്ളത് ഒറ്റ വാക്കിൽ ആറ്റിക്കുറുക്കി പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് നമ്മൾ യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും പാവാവസ്ഥയിലാണെന്നും ദൈവം അവിടെ നമ്മുടെ പിതാവാണെന്നും ആ പിതാവ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ വാക്കുകൾ കേട്ട് അതിനോടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു പ്രത്യുത്തരമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 1:9 വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ് എന്താണ് നമ്മുടെ പ്രത്യുത്തരം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നാം പാവങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാവങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ് പറയുന്നത്? ദൈവവചനം, മാറ്റമില്ലാത്ത ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? പാവങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാവങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാവങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ, അപ്പൊ നമ്മുടെ പ്രത്യുത്തരം എന്താണ് പ്രിയപ്പെട്ടവരെ? വിശ്വാസ പ്രത്യുത്തരം എന്താ? നമ്മുടെ പാപങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഏറ്റു പറയുക എന്നുള്ളതാണ്. അതാണ് കുമ്പസാരക്കൂട് എന്ന് പറയുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ചെയ്ത, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത അവന്റെ വാക്കുകൾ മുഴുവൻ കേട്ട് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ ദൈവവചനം നമ്മോട് പറയുന്നു ഞാൻ പാപിയാണെന്ന്. ആ ഞാൻ പാപിയായ എൻ്റെ പാപങ്ങളെ മുഴുവൻ കണ്ടെത്തിയിട്ട് അത് ഏറ്റു പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പാവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഏറ്റുപറയുന്നത് എന്ന ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്ന് കാണുകയാണ്. നമ്മൾ വേഗം ഒന്ന് ഓടിച്ചു പോവുകയാണ്. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കണം. സംഖ്യയുടെ പുസ്തകം 5:5-6 നമ്മൾ വായിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയട്ടെ. അപ്പൊ സ്ത്രീ എന്ന നിലയിൽ, പുരുഷൻ എന്ന നിലയിൽ, ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ നമ്മൾ മനുഷ്യ സഹജമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ കണ്ടെത്തി ദൈവത്തോട് ഏറ്റുപറയുമ്പോഴാണ് ദൈവത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയൂ എന്ന് പറയുകയാണ്. വീണ്ടും നമ്മൾ സങ്കീർത്തനം 32:3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. 32 അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ പാവങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ്
എന്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാവങ്ങൾ നമ്മൾ ഏറ്റുപറയാതിരിക്കുമ്പോൾ നമ്മൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർന്നു പോകുന്നുവെന്ന്, നമ്മുടെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്നുവെന്ന് ഏറ്റുപറയുകയാണ്. പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുന്നു. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 38:15 നമ്മൾ വായിക്കുന്നത്, സിസ്റ്റാവിന്റെ മുമ്പിൽ പാവം ചെയ്യുന്നവൻ വൈദ്യസഹായം തേടേണ്ടി വരും, അവൻ രോഗിയായി മാറും. അതുകൊണ്ടാണ് നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ, ഈ എന്റെ വളരെ വ്യക്തിപരമായ പ്രത്യുത്തരം ഞാൻ ചെയ്യുമ്പോൾ ആ കുമ്പസാരക്കൂട് എന്നെ സൗഖ്യത്തിന് ഇടമാക്കി, സ്വാതന്ത്ര്യത്തിന് ഇടമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, എൻ്റെ കുമ്പസാരത്തിലൂടെ ഞാൻ 91-ൽ ധ്യാനാനുഭവത്തിൽ വന്നതിന് ശേഷം 6 കിലോമീറ്റർ ദൂരമുള്ള എൻ്റെ ഇടവപ്പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് നടന്നുപോയി 6 കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് 6 കിലോമീറ്റർ നടന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ കൃത്യമായി കുമ്പസാരിക്കുമായിരുന്നു. രാവിലെ ചെന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ച് അച്ഛൻ്റെ കട്ടിലേൽ ഇരുന്ന് കുമ്പസാരിച്ചതുവരെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ കുമ്പസാരം എന്നെ സ്വതന്ത്രനാക്കി എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിന്റെ പല കെട്ടുകളും പല ബലഹീനതകളും പല വീഴ്ചകളും ഭയവും പല വിധത്തിലുള്ള രോഗങ്ങളും എന്നെ വിട്ടുപോയി എന്നുള്ളതാണ്, എന്നെ സ്വതന്ത്രനാക്കി എന്നുള്ളതാണ്. അപ്പൊ ഏറ്റുപറച്ചൽ നമ്മെ സ്വതന്ത്രനാക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതും അങ്ങനെയാണ്. അപ്പൊ ഈ ആത്മപരിശോധനയ്ക്ക് പാവങ്ങൾ ഏറ്റുപറയാനായിട്ട് നമ്മൾ 8 മേഖലകളെ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊന്ന് ഓടിച്ച് കണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മൂലഭാവങ്ങൾ, ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, ബന്ധങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, താലന്തുകൾ, പുതിയ പ്രമാണം, ദൗത്യം, എങ്ങനെ 8 തലങ്ങളെ ഒന്ന് കാണുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കുകയോ നോക്കുകയൊന്ന് ചെയ്യാം. നമ്മളിത് വളരെ വ്യക്തതയോടെ ഒരുങ്ങി നമ്മെ തന്നെ കണ്ടെത്തി നല്ലൊരു കുമ്പസാരത്തിലൂടെ ഈ ആഴ്ച കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ ഇത് ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ ഇല്ലാത്ത വിധത്തിലുള്ള വലിയ സ്വാതന്ത്ര്യവും രക്ഷയും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. മൂലപാവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആദ്യ കുർബാന സ്വീകരണത്തിനെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്നീട് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ മാർപ്പാപ്പയും സഭയും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കുമ്പസാരക്കൂട്ടിലേക്ക് അണയുമ്പോൾ വിശ്വാസത്തോടെ കടന്ന് പാവങ്ങൾ ഏറ്റുപറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ മൂലപാവങ്ങൾ, ബേസിക് സിൻ നമ്മൾ ഒന്ന് കണ്ടെത്താൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ അഹങ്കാരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 10:12 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിപ്പിക്കുന്നു. ഏറ്റവും വലിയ പാപമാണ് നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, രീതികളിലൊക്കെ ഈ അഹങ്കാരത്തിന്റെ വലിയ മേഖലകളുണ്ട്. വേറൊരുത്തർ പറഞ്ഞ എളിമയില്ലാത്ത ജീവിതങ്ങളെല്ലാം അഹങ്കാരമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ അഹങ്കാരത്തിന്റെ മേഖലയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്? ഒരു അപ്പൻ എന്ന നിലയിലാവാം, ഒരു ഭർത്താവ് എന്ന നിലയിലാവാം, ഒരു മകൻ എന്ന നിലയിലാവാം, ഒരു സഹോദരൻ എന്ന നിലയിലാവാം. അങ്ങനെ പല വിധത്തിൽ ഒരപ്പനെന്നോ അമ്മയെന്നോ ഒക്കെ പല മേഖലകളിൽ നമ്മൾ അഹങ്കാരത്തിന്റെ വലിയ ജീവിതം അനുദിനം നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പം പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് വരുമ്പോൾ പാപം മുളയെടുക്കുന്നു, അവിടെ നിന്ന് മ്ലേച്ഛത വമിക്കുന്നു എന്നുള്ളത്. ഈ അഹങ്കാരം ഒന്ന് കണ്ടെത്തി കുമ്പസാരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എളിമയില്ലാത്ത ജീവിതങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ മൂലഭാവമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. 1 തിമോത്തിയോസ് 6:10 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അതുകൊണ്ട് ഈ ധനമോഹം, സമ്പത്തിനോടുള്ള അത്യാർത്തി, അല്ലെങ്കിൽ സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള നമ്മുടെ വെപ്രാളം, അതിന്റെ ഓപ്പോസിറ്റാണ് ഔദാര്യം. നമുക്കുള്ളതെല്ലാം ഔദാര്യത്തോടെ പങ്കുവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്നേഹത്തോടെ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദ്രവ്യാഗ്രഹമാണ്. അപ്പം ദൈവം നമുക്ക് നൽകിയ സമ്പത്തും എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ കാര്യം മാത്രമല്ല, നമുക്കുള്ള വസ്തുവകകളാവാം, പച്ചക്കറികളാവാം, നമുക്കുള്ള സാധന സാമഗ്രികളാകാം, അതെല്ലാം സമ്പത്താണ്. അതൊക്കെ ആവശ്യക്കാരന് ഔദാര്യത്തോടെ പങ്കുവെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് പങ്കുവെക്കാൻ പറ്റാതെ പോയ എല്ലാ മേഖലകളെയും നമ്മളൊന്ന് കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ രസിച്ചിരിക്കുന്ന ദ്രവ്യാഗ്രഹം എല്ലാം സ്വരുക്കൂട്ടാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ തത്രപ്പാട് എത്രമാത്രം ഉണ്ട്
എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് ആഴത്തിൽ എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ മൂന്നാമത്തെ മൂലഭാവത്തിലേക്ക് പോകുമ്പോൾ മോഹം എന്ന മൂലഭാവമാണ്. അടക്ക ഒതുക്കത്തോടെ ജീവിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ മേഖലയാണ്. നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളെ വമിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളും ആ മോഹത്തിന്റെ കൽപ്പനയിൽ വരും എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് ജഡീക മോഹത്തെ, ലൈംഗികപരമായ മോഹത്തെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവേദന നമ്മൾ വായിക്കുകയാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു, പാവം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അടക്ക ഒതുക്കത്തോടെ ജീവിക്കാത്ത ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മറ്റുള്ളവർക്ക് മോഹം ജനിപ്പിക്കുന്ന, വികാരമുണ്ടാക്കുന്ന, പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലുള്ള നോട്ടവും പെരുമാറ്റവും സംസാരവും രീതിയും വസ്ത്രധാരണവും ഒക്കെ ഉണ്ട്. അത് ജഡികമായ എല്ലാ മോഹങ്ങളെയും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അടുത്തത് കോപമാണ്. നമുക്ക് ആർക്കും ഇല്ലാത്ത, അല്ലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ല എന്ന് കരുതാൻ കഴിയില്ല അല്ലെ, കോപമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26, 27 തിരുവചനങ്ങളിൽ നമ്മളെ ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്നുള്ളത്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു പോകാതിരിക്കട്ടെ. അപ്പം കോപം എല്ലാ മനുഷ്യനും ഉണ്ടാവും, കോപമില്ലാത്ത മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷെ ആ കോപത്തിന് ഓപ്പോസിറ്റ് എന്താ? ക്ഷമിക്കുക, വികാരപരമായി പെരുമാറാതിരിക്കുക, സോറി പറയുക, അത് വേണ്ട എന്ന് വെക്കുക. അപ്പൊ നമ്മൾ ആരോടൊക്കെ കോപിച്ചിട്ടുണ്ട്? വ്യക്തികളോട് മാത്രമായിരിക്കില്ല, സ്ഥലത്തോടും സാഹചര്യത്തോടും സംഭവങ്ങളോടും ഒക്കെ കോപപൂർവ്വം നമ്മൾ പെരുമാറിയിട്ടുണ്ടാവാം, അത് വെച്ചു പുലർത്തിയിട്ടുണ്ടാവാം. ആ മേഖലകളെയൊക്കെ ഒന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അടുത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിച്ചു കടന്നു പോകുന്നത്. കൊതി, മിതഭോജനം, എല്ലാത്തിനോടുമുള്ള കൊതി, വസ്ത്രത്തോടുള്ള കൊതി, മൊബൈൽ ഫോണിനോടുള്ള കൊതി, അല്ലെ, ഓരോ സ്വർണത്തോടുള്ള കൊതി, സാധന സാമഗ്രികളോടുള്ള കൊതി, അത് മിതഭോജനം. മിതഭോജനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക എന്നതാണ്. നമുക്ക് എന്തേലും വസ്ത്രങ്ങളുണ്ട്, എന്തേലും സാധന സാമഗ്രികളുണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉപയോഗിക്കാത്തത്. അതിനാണ് പ്രഭാഷകൻ 23:6 നമ്മെ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. അപ്പൊ ഈ ഒരു വിധത്തിൽ പലതരത്തിലുള്ള കൊതിയുടെ, മിതഭോജനമില്ലാത്ത നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അടുത്ത സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത് 14:30 അസൂയ എന്ന് പറയുന്നത്, ഉപബി, അതായത് നന്മ കണ്ടെത്താൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെയാണ്. സുഭാഷിതം 14:30 നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അസൂയയോടെ നമ്മുടെ നോട്ടവും പെരുമാറ്റവും ചിന്തകളും ഒക്കെ എപ്രകാരമാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ തിരുവചനത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് മൂലഭാവം പറയുന്നത്: അലസത, ഉത്സാഹമില്ലാത്ത ജീവിതം. പ്രഭാഷകൻ 22:1 പറയുകയാണ്: ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മൂലഭാവങ്ങളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ഒന്ന് കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ ആഴത്തിൽ കണ്ടെത്താൻ നമുക്ക് പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പാവങ്ങൾ കണ്ടെത്തുന്നതിന്, ഏറ്റുപറയുന്നതിന് എളുപ്പമാകും എന്നുള്ളതാണ്. അടുത്ത ദൈവകൽപ്പനകൾ 10 നമുക്കറിയാം, നമ്മൾ പരിശോധിക്കേണ്ട മേഖലയാണ്. ആദ്യത്തെ 3 കൽപ്പനകൾ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ആ ദൈവത്തോടുള്ള എൻ്റെ മനോഭാവത്തെക്കുറിച്ചും ആ ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എപ്രകാരമാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുതെന്നുള്ളതും, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ളതും, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ വിശുദ്ധബലിയിൽ പങ്കെടുക്കണം എന്നുള്ളതും. അപ്പം എല്ലാ ദിവസവും വിശുദ്ധബലിക്ക് പോകാൻ സാധിക്കുമായിട്ടും പോകുന്നുണ്ടോ? അവിടുത്തെ നാമം നുണ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ബാക്കി 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ ഞാനും മറ്റു മനുഷ്യരും പ്രപഞ്ചവുമായിട്ടുള്ള, വസ്തുക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മേഖലയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമ്മളതൊന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അടുത്തത് തിരുസഭയുടെ കൽപ്പനകളാണ്. ഒരു സഭയിൽ അംഗമെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ നമുക്കറിയാം. ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും വർഷത്തിൽ ഒരിക്കൽ പാവം വെച്ച് പറയണമെന്നല്ല, പാവം ചെയ്തു, തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുമ്പോഴേ പോയി കുമ്പസാരിക്കാനായിട്ടുള്ള വലിയ അവബോധം നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. എല്ലാ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുകയും വേണമെന്നുള്ളതാണ്.
സഭ നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ മാംസാഹാരം വർജിക്കാനും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ടോ? സഭയുടെ ആവശ്യങ്ങളിൽ നമ്മുടെ സമ്പത്തിന്റെ ഓഹരി നൽകി നമ്മൾ സഹായിക്കുന്നുണ്ടോ? ഈ സഭയുടെ കൽപ്പന നമ്മൾ എപ്രകാരമാണ്? അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരമാണ് എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? തന്നോട് തന്നെയുള്ള ബന്ധം എങ്ങനെയാണ്? മറ്റുള്ളവരോടുള്ള ബന്ധം എങ്ങനെയാണ്? ജീവജാലങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തലത്തിൽ എല്ലാ ബന്ധങ്ങളും എങ്ങനെയാണ് എന്ന് ആഴത്തിൽ പരിശോധിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതും ബൈബിൾ വായിക്കുന്നതും സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതും ഉപവാസം എടുക്കുന്നതൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നോടുള്ള ബന്ധവും എന്നോടുള്ള ബഹുമാനവും ആദരവും പരിഗണനയും എങ്ങനെയാണ്? മറ്റെല്ലാ മനുഷ്യരോടുമുള്ള ഓരോരുത്തരോടുമുള്ള ബന്ധത്തെ പരിശോധിക്കണമെന്ന് സൂചിപ്പിക്കുക. ജീവജാലങ്ങളോട്. അടുത്തത് ഉത്തരവാദിത്വത്തിന്റെ മേഖലകളാണ്. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സഭയില്, സമൂഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത്? വളരെ ബോധപൂർവ്വം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിലെ അപ്പനെന്ന നിലയിലാവാം, മകനെന്ന നിലയിലാവാം, ഭർത്താവെന്ന നിലയിലാവാം. എൻ്റെ സഭയില് ഞാൻ എപ്രകാരമാണ്? ചിലപ്പോൾ കമ്മിറ്റിക്കാരാവാം, കൈക്കാരനാവാം, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകനാവാം. ഇതൊന്നുമില്ലെങ്കിൽ വാർഡിൽ ഉള്ള എൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ്? എൻ്റെ ഇടവകയില് ഒരു ഇടവക അംഗം എന്ന നിലയിൽ, കുടുംബത്തിലെ ഒരാളെന്ന നിലയിൽ ഞാൻ ഇടവകയിലെ എല്ലാ കാര്യത്തിലും സജീവമാണോ? എൻ്റെ സമൂഹത്തിൽ, ചുറ്റുപാടുമുള്ള എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ എപ്രകാരമാണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് താലന്തുകൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, സമയം, സ്വാധീനം, അറിവ്, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടോ? 2 താലന്ത് കൊടുത്തവനോട് 4 ഉണ്ടാക്കിയോ എന്നാണ് ദൈവം ചോദിക്കുന്നത്, ക്രിസ്തു ചോദിക്കുന്നത്. 5 കൊടുത്തവനോട് 10 ഉണ്ടാക്കിയോ എന്നുള്ളതാണ്. നമ്മുടെ താലന്ത് ഒന്നുകാരൻ ചെയ്തതുപോലെ എല്ലാം കുഴിച്ചിടുകയാണോ? എനിക്കൊരു കഴിവുമില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ കഴിവുകളും, ഇതൊന്നുമല്ല താലന്തുകൾ, ഇഷ്ടംപോലെ ഉണ്ട്. ആ താലന്തുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും പുതിയ പ്രമാണം യോഹന്നാൻ 15:12 പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ. ആ സ്നേഹത്തിന്റെ കൽപ്പന നമ്മൾ എപ്രകാരമാണ്? എനിക്ക് എന്നോടും മറ്റെല്ലാറ്റിനോടുമുള്ള, രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ കേട്ടതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥ കൂടാതെ നമ്മൾ ആയിരിക്കുന്ന വിധം സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് എന്നെയും മറ്റുള്ള എല്ലാവരെയും വ്യക്തിപരമായി വ്യവസ്ഥ കൂടാതെ ആയിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കാൻ കഴിയാതെ പോയത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ദൗത്യം സുവിശേഷ പ്രഘോഷണം എന്നുള്ള ഈ സഭയെ അംഗമായ വ്യക്തി എന്ന നിലയിൽ സുവിശേഷം ജീവിക്കുകയും അത് പങ്കുവെക്കുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള നമ്മുടെ ദൗത്യം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എപ്രകാരം ചെയ്യും? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സുവിശേഷത്തിന്റെ മൂല്യത്തിനനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. അത് സുവിശേഷ പ്രഘോഷണമാണ്. കള്ളത്തരം കാണിക്കാതെ, തെറ്റ് ചെയ്യാതെ, നീതിയോടെ, സത്യസന്ധതയോടെ ജീവിച്ചുകൊണ്ട് സുവിശേഷം നാം പ്രഘോഷിക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ക്രിസ്തുവിനുള്ള സാക്ഷ്യം വഹിക്കൽ പ്രകാരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് യോഹന്നാൻ 1:9 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ എല്ലാ തരത്തിലുമുള്ള സമഗ്രമായ പരിശോധനയിൽ നമ്മുടെ പാവങ്ങൾ ഒന്ന് കണ്ടെത്തി ആ പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ എളുപ്പത്തിന് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒരു മോഡലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അഹങ്കാരം എന്നുള്ള ഒരു മൂലഭാവം നമ്മൾ എടുക്കുമ്പോൾ ആരോടൊക്കെയാണ് അഹങ്കാരം ചെയ്തത്? എൻ്റെ അപ്പനോടാണോ, അമ്മയോടാണോ, സഹോദരങ്ങളോടാണോ, ബന്ധുക്കളോടാണോ, വൈദികരോടാണോ, എൻ്റെ സഹപ്രവർത്തകരോട്, ആരോടൊക്കെയാണ് ഞാൻ അഹങ്കരിച്ചത്? എന്ത് കാരണം കൊണ്ടാണ് ഞാൻ അഹങ്കരിച്ചത്? അവരെക്കാൾ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണോ? ഏത് മേഖലയിൽ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അഹങ്കരിച്ചത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര തവണ നമ്മൾ അഹങ്കരിച്ചു? അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു? ആരോടാണ് ചീത്ത പറഞ്ഞത്? എൻ്റെ അപ്പനോടാണ്. ഉള്ളിലും പുറമേ നമുക്ക് ചീത്ത പറയാം. അപ്പൊ അതിന് ആരോടൊക്കെയാണ്, എന്തുകൊണ്ട്, എത്ര തവണ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഈ ഒരാഴ്ച ഏറ്റവും നല്ലതുപോലെ ഒരുങ്ങി എല്ലാ തലത്തിലും പരിശോധിച്ച് നമ്മുടെ പാവങ്ങളെ കുറിച്ച് കണ്ടെത്തി ഒരു പേപ്പറിൽ എഴുതി ഒരുങ്ങി നമ്മുടെ പാവങ്ങളൊക്കെ ഏറ്റുപറയുന്നതോടൊപ്പം നമ്മൾ ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ, ആരോടൊക്കെ പൊറുക്കാനുണ്ടോ, അവരോടൊക്കെ പൊറുത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കുമ്പസാരത്തിലൂടെ കടന്നുപോയി പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് സ്വന്തമാക്കാം. ഈ വിശ്വാസം എന്ന് പറയുന്ന ഏറ്റുപറച്ചിൽ ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിന്റെ എല്ലാ പാവങ്ങളും നീ കണ്ടെത്തി അതിന്റെ എണ്ണവും തരവും ഒക്കെ മനസ്സിലാക്കി, നീ തെറ്റ് ചെയ്തു എന്നോ പാവം ചെയ്തു എന്നോ നീ ആഴത്തിൽ പരിശോധിച്ച് കണ്ടെത്തി നീ എൻ്റെ അടുത്ത് വന്ന് ഏറ്റുപറയുക, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. നിനക്ക് വലിയ സ്വാതന്ത്ര്യ രക്ഷയെ അനുഭവിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ കട്ടിലേ പോയിരുന്ന് സംസാരിച്ച കാര്യം പറഞ്ഞു.
എല്ലാ ആഴ്ചയും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. 10, 15, 20 കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ കുമ്പസാരിച്ചിട്ടുണ്ട്. ഓരോ കുമ്പസാരവും എൻ്റെ ജീവിതത്തിന്റെ ബലഹീനതകൾ. ഞാനിപ്പോ 10, 30 വർഷമായിട്ട് ആശുപത്രിയിലൊന്നും അഡ്മിറ്റ് ആയിട്ടില്ല. മരുന്നൊന്നും മേടിച്ച് സാധാരണ വരുന്ന ചിലക്ക് വല്ല ചുവയൊക്കെ വരാറുള്ളൂ. ഞാൻ വിചാരിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്: പാപബോധത്തോടെ നമ്മൾ കുമ്പസാരക്കൂട്ടിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം സൗഖ്യമുള്ളതായി തീരുമെന്നുള്ളതാണ്. എല്ലാ രോഗത്തിന്റെയും കാരണം അതാണെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു വിധത്തിൽ ഒരുങ്ങി കണ്ടെത്തുമ്പോൾ ക്രിസ്തുവിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൽ വലിയ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകേണ്ട കേസുകളൊന്നും ഉണ്ടായിട്ടില്ല വർഷങ്ങളായിട്ട്. കാരണം കർത്താവ് കുടുംബം ഒരുമിച്ച് ഈ ഒരു കുമ്പസാരം രക്ഷ സ്വന്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് ഇടയാകുമെന്നുള്ളതാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ആഴമായ അനുതാപം നൽകുന്നതും പശ്ചാത്താപം നൽകുന്നതും പാപബോധം നൽകുന്നതും പാപങ്ങൾ ഏറ്റുപറയാൻ ബെർണബാ മാർപ്പാപ്പ പറയുന്നത്, കുമ്പസാരിക്കാൻ മടുപ്പ് തോന്നുക സ്വാഭാവികമാണ്, അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നത് ദൈവാത്മാവാണ്. പാവങ്ങൾ കണ്ടെത്താനും ഏറ്റുപറയാനുമുള്ള വലിയ കൃപ നൽകുന്ന അവിടുന്നാണ്. ആ ഒരു കൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.